നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കിർഗിസ്ഥാനിലെ MBBS പഠനത്തെക്കുറിച്ചാണ്. സർ, ഇപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകളാണ് കുട്ടികളുടെ ആയിരുന്നാലും മാതാപിതാക്കളുടെ മുൻപിലും വരുന്നത്. എന്താണ് അതിന് കാരണം? കിർഗിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഇപ്പോൾ ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റീസെൻ്റായിട്ട് എംബസി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെ അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിലൂടെ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാര്യം കിർഗിസ്ഥാനിലുള്ള 20 യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് MBBS പഠിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ FMGL റെഗുലേഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതുവരെ ഇന്ത്യൻ സ്റ്റുഡൻസ് അധികമായി പഠിക്കുന്ന ഒരു രാജ്യത്തിൽ ഇതുവരെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാത്ത ഒരു രാജ്യം കൂടെയാണ് കിർഗിസ്ഥാൻ എന്നാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി പാരൻസും സ്റ്റുഡൻസും ഒക്കെ പാനിക്കാവുന്നത് ഒരു സാധാരണയായ കാര്യമാണല്ലോ. സർ, NMC നിയമങ്ങൾ എങ്ങനെയാണ് MBBS പഠനത്തിൻ്റെ കിർഗിസ്ഥാനിൽ ബാധിക്കുന്നത്? ഇപ്പോൾ NMC നിയമങ്ങൾ കിർഗിസ്ഥാനിൽ എങ്ങനെ ബാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തരത്തിലുള്ള റിപ്ലൈയും കൺസേൺഡ് ആയിട്ടുള്ള ഇന്ത്യൻ എംബസീൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള കാര്യം. ഒരു അഡ്വൈസറി നമുക്കിപ്പം ഉസ്ബെക്കിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ്റെയോ കസാക്കിസ്ഥാൻ്റെയൊക്കെ അല്ലെങ്കിൽ റഷ്യൻ്റെയൊക്കെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വൈസറി വന്നിട്ടുണ്ട്. അവിടെ പോയി പഠിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോവുക, രജിസ്ട്രേഷൻ കിട്ടുമോ ഇല്ലയോ, ഇല്ല രജിസ്ട്രേഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു പ്രോപ്പർ നോട്ടിഫിക്കേഷൻ എംബസി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുണ്ട്. പക്ഷേ അത് കിർഗിസ്ഥാനിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം, മനസ്സിലായി. അപ്പോൾ അത് തന്നെയാണ് 2021 മുതൽ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന ടെൻഷൻ. പിന്നെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും എന്താവും, വിദ്യാർത്ഥികൾ പാനിക്കാവും എന്നതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ, ശരിയല്ലേ? സാർ, ഇപ്പോൾ റീസെൻ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്ത്യൻ എംബസി ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ല. കിർഗിസ്ഥാനിൽ ടോട്ടലായിട്ട് നമ്മളിപ്പോൾ WHO ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് 32 കോളേജുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 32 കോളേജസാണ്. അപ്പോൾ ഈ ഒരു 32 കോളേജുകളിൽ 20 കോളേജുകളിൽ പോയി പഠിക്കരുത് എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇന്ത്യൻ എംബസി ഫേസ്ബുക്കിലൂടെ ഒരു അലർട്ട് നോട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ 13 കോളേജുകൾക്ക് എന്ത് ചെയ്തു, കിർഗിസ്ഥാൻ ഗവൺമെൻറ് തന്നെ അപ്രൂവൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിഷേധിച്ചിരിക്കുന്ന കോളേജുകളാണ്. കാര്യം ഈ കോളേജുകൾക്ക് കൃത്യമായ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ അപ്രൂവൽ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 7 കോളേജുകളാണ്. 7 കോളേജുകളെ സംബന്ധിച്ചിട്ട് പിന്നെ അവർക്ക് 1 ഇയറിൻ്റെ അപ്രൂവൽ ഉണ്ട്. അതായത് വരുന്ന അധ്യയന വർഷത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, കോളേജ് റൺ ചെയ്യാനുള്ള അപ്രൂവൽ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ എംബസി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയും പോയി പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. മേ ബി ഇന്ത്യൻ സ്റ്റുഡൻസ് പോയിട്ട് ഇനി അവിടെ പോയി അതിനുശേഷം മേ ബി ഇൻ ഫ്യൂച്ചർ വേറെ സ്ട്രഗിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിരിക്കാം ആ ഒരു 7 കോളേജുകളോടെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. 13 കോളേജുകളുടെ അപ്രൂവൽ ഡിനേ ചെയ്തുകൊണ്ട് കിർഗിസ്ഥാൻ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. അപ്പോൾ അതിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എംബസിയും എന്ത് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇറക്കി. പിന്നെ 7 കോളേജുകൾക്ക് നെക്സ്റ്റ് 1 വർഷത്തേക്ക് മാത്രമേ അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്തേക്കുന്നത് കിർഗിസ്ഥാൻ്റെ ലോക്കൽ ഗവൺമെൻറ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അലർട്ട് നോട്ടായി ഇന്ത്യൻ എംബസി പബ്ലിഷ് ചെയ്തു. അപ്പോൾ എന്തായാലും അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു അപ്രൂവൽ ഇല്ലാത്ത 13 കോളേജുകളിൽ പോയി പഠിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാർ, ഇപ്പോൾ പറഞ്ഞു 13 കോളേജിൽ അപ്രൂവൽ ഇല്ലയെന്ന്. അപ്പോൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അത് ബാധകമാവില്ലേ? ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇതെന്തായാലും ബാധിക്കാനായിട്ട് പോകുന്നില്ല. കാര്യം ഈ കോളേജുകൾക്ക് ഓൾറെഡി അപ്രൂവൽ കൊടുത്തത് ഗവൺമെൻറ് ആണല്ലോ. അപ്പം നാളെ എന്തെങ്കിലും കാരണവശാൽ എന്ത് ചെയ്തു, ഒരു കോളേജ് പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അപ്രൂവൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ അത് മാനേജ് ചെയ്യേണ്ടതും ഗവൺമെൻറ് ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇൻ ഫ്യൂച്ചർ ഈ ഒരു കോളേജിൻ്റെ അപ്രൂവൽ എന്ത് ചെയ്തു, ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണില്ലേ. ഇപ്പോൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു, കറൻ്റ്ലി അപ്രൂവൽ റദ്ദാക്കി. അതിൻ്റെ കാരണത്താൽ ഈ ഒരു കോളേജ് ഷട്ട് ഡൗൺ ആവുകയാണ് എങ്കിൽ ഓൾറെഡി നമ്മൾ NMC ഗസറ്റിനകത്ത് നമ്മൾ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് ഒരു കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ലൊക്കേഷൻ ഓഫ് സ്റ്റഡിയിൽ വെരി ക്ലിയർലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ അവസാന വർഷം വരെ ഒരേ കോളേജിൽ പഠിച്ചിരിക്കണം, ഇൻറ്റേൺഷിപ്പും ക്ലറിക്കൽഷിപ്പും ഒക്കെ ഒരേ കോളേജിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അപ്രൂവൽ ഇല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ നാളെ കോളേജുകൾക്ക് പൂട്ടിയൊക്കെ പോവുകയോ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ പോകുന്ന രാജ്യത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ആ കോളേജിന് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്.
പക്ഷേ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു സംഭവം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ വാലിഡുമല്ല, മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥിക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോസിബിൾ അല്ലാതെ വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 1 ഇയറിൻ്റെ മാത്രം അപ്രൂവലുള്ള 7 കോളേജുകളെ കൂടെ ഈ ഒരു ലിസ്റ്റിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇന്ത്യൻ എംബസിയെ കൊണ്ട് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇടാനുണ്ടാക്കിയ സാഹചര്യം അങ്ങനെയാണെന്ന് തോന്നുന്നത്. കാര്യം സപ്പോസ് ഈ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, ഈ വർഷം പോയി, ഇനി നാളെ എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന കോളേജുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ഇന്ത്യയിലോട്ട് തിരിച്ച് വന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്താണ് ഈ 1 ഇയർ അപ്രൂവലുള്ള കോളേജുകളെ കൂടെ എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാം, പൊതുവെ എവിടെ പോണ്ടെന്ന് പറഞ്ഞാലും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ആ രാജ്യത്തോട് പോകാനായിരിക്കും. അപ്പം കിർഗിസ്ഥാനിൽ MBBS പഠനം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്റ്റുഡൻസും പാരൻസും എന്തൊക്കെയാണ് അഡ്മിഷൻ മുമ്പായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അല്ല, ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഏതൊക്കെ കോളേജുകൾക്കാണ് പെർമനൻറ്റ് അപ്രൂവൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ കോളേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായി MBBSൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ വിടുന്ന രാജ്യം കിർഗിസ്ഥാനാണ്. അപ്പോൾ കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രി വളരെ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നല്ല കോളേജുകളൊക്കെ കിർഗിസ്ഥാനിലുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജ്യത്തിൽ വിദ്യാർത്ഥികൾ കൂടുതലായി പോവുകയാണെങ്കിൽ അവിടെ എന്താണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ട് കുമിള് പോലെ കുമിഞ്ഞുകൂടുന്ന ഒരുപാട് കോളേജുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ആസ് എൻ എക്സാമ്പിൾ ഞാൻ പറയും, ഉസ്ബെക്കിസ്ഥാൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ വാർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ തന്നെ ചെയ്തു തുടങ്ങുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉള്ളത് ആകെ 11 മെഡിക്കൽ കോളേജുകളാണ്. ആകെ 11 മെഡിക്കൽ കോളേജുകൾ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോൾ ഇന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഏകദേശം 20 കോളേജുകളാണ് തുടങ്ങിയിരിക്കുന്നത്. അത് നേരത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളോ അല്ലെങ്കിൽ വല്ല നഴ്സിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കോളേജുകളുടെ ബിൽഡിംഗ് റെൻ്റ് എടുക്കുന്നു, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അറ്റാച്ച് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ലോക്കൽ ഗവൺമെൻറ് അപ്രൂവൽ മേടിക്കുന്നു, ഇന്ത്യയിൽ വന്ന് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവണത നമുക്ക് സെൻട്രൽ ഏഷ്യൻ റീജിയനിലുള്ള എല്ലാ കൺട്രികളിലും കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഒരു ലോക്ക് കിർഗിസ്ഥാൻ ഗവൺമെൻറ് ഇട്ടേക്കുന്നത്. അതിന് ഒരു ഫെസിലിറ്റി ഇല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ ബിൽഡിംഗ് റെൻ്റ് എടുക്കുക, അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിന് അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനെ കൊണ്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്ത് ഇതിനൊരു ഒരു കച്ചവടമാക്കി മാറ്റുന്നു. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം. അതിനകത്ത് എന്തായാലും എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോപ്പ് കിർഗിസ്ഥാൻ ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പാരൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് അവർ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യത്തിലെ ഇന്ത്യൻ എംബസിയുടെയൊക്കെ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് നോക്കുക, അവിടെ വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അവർ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസിലൊക്കെ ഉള്ളതാണോ എന്നുള്ള കാര്യമൊക്കെ പ്രോപ്പർലി നോക്കിയതിന് ശേഷമാണ് ആ കോളേജുകൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറേയേറെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു 15 years ആയിട്ട് സാർ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ കിർഗിസ്ഥാനിൽ MBBS നോക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പല വിദ്യാർത്ഥികളും കാണും. അപ്പം അവർക്ക് സാറിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എന്ത് സന്ദേശമാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ഇപ്പോൾ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ രാജ്യം നല്ലതാണോ അല്ലെങ്കിൽ ഈ കോളേജ് നല്ലതാണോ എന്നൊക്കെ ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ കിർഗിസ്ഥാനിൽ MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ NMC ഗസറ്റായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത രാജ്യമാണ്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നാളെ ഈ സ്റ്റുഡൻറ്റിന് രജിസ്ട്രേഷൻ കിട്ടുമോ, ഇനി ഇല്ല എങ്കിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തായാലും വൺസ് അതുമായി ബന്ധപ്പെട്ടൊരു നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എംബസിയുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു അപ്രൂവൽ ഇല്ലാത്ത കോളേജുകൾ അല്ലെങ്കിൽ 1 ഇയർ അപ്രൂവൽ മാത്രമുള്ള കോളേജുകൾ, അപ്പോൾ ഇത്തരം കോളേജൊന്നും ചൂസ് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും അപ്രൂവൽ ഇല്ലാത്ത കോളേജുകളിൽ അവർക്ക് ഒരിക്കലും വിദ്യാർത്ഥികൾ എടുക്കാൻ പറ്റില്ല. കാര്യം അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ വരുന്ന ഈ 1 ഇയർ അപ്രൂവലുള്ള കോളേജുകളാണ്. അപ്പോൾ ഈ 1 ഇയർ അപ്രൂവലുള്ള കോളേജുകളിൽ പോയി പഠിക്കണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, വളരെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാവുന്നതാണ്. പിന്നെ മേജറായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഹോസ്പിറ്റൽ, അവരുടെ എത്രത്തോളം ക്ലിനിക്കൽ സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്, അതുകൂടാണ്ട് അവരുടെ ലബോറട്ടറീസ്, ദെൻ അവരുടെ അക്കാഡമിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഇല്ലായെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്തു, നിങ്ങൾ ക്ലാസ്സിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്തു, പകുതിയിൽ വെച്ച് കോളേജിൻ്റെ അപ്രൂവൽ പോകുന്നു,
നിങ്ങൾക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫർ അടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യൽ പോസിബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ മികച്ച കോളേജുകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല കോളേജുകൾ കണ്ടെത്താനായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ നല്ല കോളേജുകൾ കണ്ടെത്തും എന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാനായിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്ക് കഴിയുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് അനുരാഗ് സാർ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. സാർ താങ്ക് യു. കിർഗിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ MBBS അഡ്മിഷൻ നോക്കുന്ന സമയത്ത് അവിടുത്തെ നിയമങ്ങളും നമ്മുടെ NMC റൂളുകളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു.